ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കി മടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നെപ്പോലെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഒരു അടിപൊളി ഒരു കേക്കാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തീ കത്തിക്കൊന്നും വേണ്ട, 10-15 മിനിറ്റിൽ സംഭവം റെഡിയാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇത് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കുന്നത്. ആരും പറയില്ല ഇത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇത് കണ്ടാൽ തന്നെ എന്താ പറയുക, റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു മോഡലിലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കണം, സോൾട്ടി ബ്രെഡ് എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 12 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീറ്ററാണ്. ബീറ്റർ ഇല്ലാച്ചിട്ട് വിഷമിക്കേണ്ട. മിക്സിയുടെ ജാറിൽ നമ്മൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ക്രീം ആക്കി എടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് മുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ അടിപൊളി ക്രീം ആട്ടോ അത്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പാണ് എടുക്കുന്നത്. ഇത് 1/2 കപ്പാണ്, അതുകൊണ്ട് 2 കപ്പ് ഞാൻ ഇതിലേക്ക് അളന്നൊഴിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിവിടെ ഒഴിച്ച് കൊടുക്കട്ടെ. അതിനുശേഷം നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബീറ്റർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചാനലിൽ തന്നെ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് തന്നെ അടിപൊളി സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ ബീറ്ററിൻ്റെ ബീറ്റ് ചെയ്യണ ബ്ലേഡും അതുപോലെ തന്നെ ഏത് പാത്രത്തിലാണോ ബീറ്റ് ചെയ്യണേ അതും നമ്മളൊന്ന് ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഒന്ന് വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്രീം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ 1 ടീസ്പൂണോളം വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിൽ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. അതില്ലാച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ ഒരു കേക്ക് എന്നൊക്കെയല്ലേ പറയണം. അപ്പോൾ അതൊന്നും ഇല്ലാച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാരണം ചേർത്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് അതുപോലെ കിട്ടണം നമുക്ക്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്കത് അപ്ലൈ ചെയ്യണ സമയത്ത് ആകെ ഇങ്ങോട്ട് മെൽട്ടായി ഒലിച്ചു പോവും. അതൊന്ന് ശ്രദ്ധിക്കാം. ഒരു കട്ടിംഗ് ബോർഡിലാണ് കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണമില്ല. പിന്നെ അടിഭാഗത്ത് കുറച്ച് ക്രീമും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ബ്രെഡ് എടുത്ത് കൊണ്ടുവന്നു, ബ്രെഡിനെ ഇതിലേക്ക് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കുക, അതിൻ്റെ തൊട്ട് സൈഡിൽ വേറൊരെണ്ണം കൂടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് വേറെ 2 കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ പോലെ കിട്ടില്ലേ, അങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വലിപ്പം കൂട്ടണം വെച്ചെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് മതി, അതുകൊണ്ടാണ് ഞാൻ ഒരു 12 സ്ലൈസിൽ ഒതുക്കിയത്. നിങ്ങൾക്ക് കൂടുതൽ വീട്ടിലെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ കഴിക്കണം എന്നൊക്കെ ഇഷ്ടമുള്ളവർ കൂടുതലായിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഷുഗർ സിറപ്പ് വെറുതെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആറിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ക്രീം പുരട്ടുക, അതിൻ്റെ മുകളിൽ ബ്രെഡ് വെക്കുക, വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, വീണ്ടും ക്രീം പുരട്ടുക. അതാണ് ചെയ്യുന്ന പരിപാടി. കണ്ടില്ലേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ക്രീമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരട്ടി കൊടുക്കാം, കൂടുതലോ കുറവൊക്കെ വേണമെങ്കിൽ വരട്ടി കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ നമ്മളെ ബ്രെഡിൻ്റെ, അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാട്ടോ. അപ്പം അതിനായിട്ട് ആ സൈഡ് കട്ട് ചെയ്ത ഭാഗവും പിന്നെ കുറച്ച് റെഡ് കളറ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ അങ്ങോട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമ്മളിത് ഫ്രിഡ്ജിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഈ കേക്ക് സെറ്റ് ചെയ്യല, കേക്ക് ജസ്റ്റ് ഒന്ന് ക്രീമൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. അത് പുറത്ത് വെക്കരുത്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് വെതറി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആവണ പോലെ ആക്കി കൊടുക്കുക. ഇതാകുമ്പോൾ പിന്നെ സിമ്പിളാണ്. വെറുതെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇതൊന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ അത് ഓക്കെ ആയി കിട്ടും. ഈ സൈഡ് ഭാഗങ്ങളിൽ ശ്രദ്ധിച്ച് വേണം ആക്കി കൊടുക്കാൻ. ഇതുപോലെ കണ്ട കൈ വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതല്ല വേറെ നമുക്ക് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ഈ ക്രീം നിറച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ആക്കി കൊടുക്കുക. എനിക്കിപ്പോൾ വലിയ ജ്ഞാനമില്ലാത്ത കാരണം എനിക്ക് പറ്റണ പോലെ ആക്കി വെക്കുന്നുണ്ട്.
കുളമാകാനാണ് ചാൻസ് കൂടുതലുണ്ടായിരുന്നത്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ശരിപ്പെടുത്തി എടുത്തു. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ എല്ലാ കേക്കിൻ്റെ മുകളിലും, അതുപോലെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലും ചെറി വെച്ച് കൊടുത്തു. നടുക്കിൽ ഞാനൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കി, പക്ഷേ പരാജയപ്പെട്ടു. എന്നാലും ഞാൻ അവിടെ എല്ലാം ചെറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് പുറമേ നിന്ന് ആരും കാണാനൊന്നുമില്ല, നമ്മളുടെ വീട്ടിലുള്ളവർ തന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇത് നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ കേക്ക് റെഡിയാണ്. 20 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക വെച്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ സെറ്റായി കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്തു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ട അടിപൊളി കേക്കാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഓവനും ബീറ്ററും ഒന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത് മധുരമുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉപ്പുരസം വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.